ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫിലിം മേക്കിംഗ് ഇൻഡസ്ട്രിയിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു ബ്രാൻഡാണ് ഐഫോൺ. അതിൽ ആപ്പിൾ ലോഗോ എന്നത് ഒരു അൺബീറ്റബിൾ ഫീച്ചറാണ്. ആപ്പിൾ ലോഗിൽ ചിത്രീകരിച്ച മൂവീസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ആപ്പിൾ ലോഗോ ഒരു തരംഗമായി മാറിയപ്പോഴാണ് ഓപ്പൺ ബ്രാൻഡായ സാംസങ് അവരുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഒരു ലോഗ് ഫോർമാറ്റ് കൊണ്ടുവരുന്നത്. യെസ്, സാംസങ് ലോഗോ. ഒന്നിനൊന്ന് മെച്ചമായാണ് ആപ്പിൾ ലോഗും സാംസങ് ലോഗോ ഉള്ളത്. S25 അൾട്രയിലാണ് ആദ്യമായിട്ട് ലോഗോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാംസങ്. ഇപ്പോൾ Z ഫോൾഡിലും S24 അൾട്രയിലും ലോഗോ കാണാൻ കഴിയും. നമ്മളിന്ന് സാംസങ് S25 അൾട്രയിൽ ഷൂട്ട് ചെയ്ത സാംസങ് ലോഗോ എങ്ങനെയാണ് കളർ ഗ്രേഡിംഗ് ചെയ്യാൻ പോകുന്നതാണ് നോക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, ഈ ചാനലിലപ്പോൾ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ്, ടെക് പ്രോഡക്റ്റ് റിവ്യൂസ് ഒക്കെയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ വർത്താണെന്ന് തോന്നുവാണെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സ്പ്രെഡ് ചെയ്യുക, നോളജ് ഗെയിൻ ചെയ്യുക. ഞാനിപ്പോൾ ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കളർ ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് കാസർഗോഡുള്ളൊരു മനോഹരമായൊരു സൈലൻറ്റ് ബീച്ചിൻ്റെ ഒരു ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 2 ക്ലിപ്പുകളാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാം, 2 വൈറ്റ് ഷോട്ട് ഞാൻ ബീച്ചിൻ്റെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീനറി ആയിട്ടുള്ളതും കുറച്ച് മഡി ആയിട്ടുള്ളതും. ഓക്കെ, ഇനി നമുക്ക് നേരെ കളർ പേജിലോട്ട് പോകാം. നമ്മൾ ജസ്റ്റ് 3 നോഡ് ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്രേഡിങ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പ്രൈമറി, പിന്നെ CST, പിന്നെ ലുക്ക്. ഫൂട്ടേജ് ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യണം. അതിൽ എന്തൊക്കെ കളേഴ്സ് പോസിബിൾ ആണെന്നുള്ളത് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഗ്രീൻസ് ഉണ്ട്, യെല്ലോസ് ഉണ്ട്, ബ്ലൂസ് ഉണ്ട്, ടീൽ കളേഴ്സ് ഉണ്ട്, വുഡൻ റെഡ് വാം, അങ്ങനത്തെ കളേഴ്സ് ഉണ്ട്. സോ ഇത്രയും പോസിബിലിറ്റീസ് ഇതിനകത്തുണ്ട് നമുക്ക് മനസ്സിലായി. സോ അത് മനസ്സിൽ കണ്ടിട്ട് വേണം ലിനിയർ ഇമേജ് ഉണ്ടാക്കാനായിട്ട്. ആദ്യം നമുക്ക് ഈ ഇമേജ് ഒന്ന് കൺവേർട്ട് ചെയ്യണം. അതായത് ഈ ലോഗോ ലുക്കിൽ നിന്ന് നമുക്കൊന്ന് ലിനിയർ, അതായത് നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന ലുക്കിലോട്ട് മാറ്റണം. അപ്പോൾ ഞാൻ സെക്കൻഡ് നോഡായിട്ടുള്ള CSTയിൽ പോകുന്നു. CST സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഫക്ട്സിലോട്ട് പോകുന്നു. എഫക്ട്സിൽ നമുക്ക് കാണാം സെർച്ച് ബാർ ഉണ്ട്. നമ്മളവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് കളർ എന്നടിക്കാം. നമ്മൾ കളർ സ്പേസ് ട്രാൻസ്ഫോം ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുന്നു. അപ്പോൾ ട്രാൻസ്ഫോം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇൻപുട്ട് ഗാമ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബോട്ടത്തിലായിട്ട് എന്തുണ്ടാവും, സാംസങ് ലോഗോ. നിങ്ങൾക്ക് ഇവിടെ കാണാം സാംസങ് ലോഗോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗാമ കറക്ഷൻ കഴിഞ്ഞു. ജസ്റ്റിന് എന്ത് ചെയ്യുക, ഇൻപുട്ട് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഓരോ ബ്രാൻഡുകളുടെ ഉണ്ട്, നമുക്ക് ഓരോന്ന് പരീക്ഷിക്കാം. ഏതാണോ ബെറ്റർ നമുക്കത് ആക്യുറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആര്യയുടെ വൈറ്റ് ഗാമട്ടാണ് യൂസ് ചെയ്യുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഉള്ളൊരു വൈറ്റ് ഗാമട്ടാണ്. ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ആര്യ വൈറ്റ് ഗാമട്ട് 3ൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ചെറിയ ടോൺ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് കാണിച്ചു കൊടുക്കാം. ഔട്ട്പുട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ബ്രോഡ്കാസ്റ്റിംഗ് സ്ക്രീനിലോട്ടുള്ള ഔട്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റെക്സ് ആവുന്നതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കിവിടെ കണ്ടില്ലേ ചെറിയൊരു കളർ ടോൺ വ്യത്യാസം വന്നു. ഇനി അതിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഗാമ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ബ്രൈറ്റ്നസ് വാല്യൂ, അതിൻ്റെ റേഷ്യോ, അതാണ് ഗാമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് G അടിച്ചു. ഞാൻ ഇവിടെ 1-2 ഓപ്ഷൻസ് ഉണ്ട്, കണ്ടില്ലേ. 2.6 ഉണ്ട്, 2.5 ഉണ്ട്, 2.4 ഉണ്ട്, 2.2 ഉണ്ട്. നമുക്ക് നെറ്റിലോട്ടും വെബിലോട്ടും ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഗാമ 2.2 കൊടുക്കുന്നു. ജസ്റ്റ് ഹിറ്റ് എൻ്റർ. ഇത് കൺവേർട്ടായി. ഇനി നമുക്ക് പ്രൈമറീസിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം. അപ്പോഴാണ് ആക്ച്വൽ ഫീലുള്ളൊരു വ്യൂ കിട്ടുള്ളൂ. ആക്ച്വലി നമ്മുടെ ഇമേജിന് കുറച്ച് വൈറ്റ് ബാലൻസ് ഇഷ്യൂ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ ഒന്ന് ബാലൻസ് കൊടുത്തിട്ട് ഒന്ന് സ്ലൈറ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്നു, ഗെയിൻ ഒന്ന്, അതായത് ഹൈലൈറ്റിൻ്റെ പോർഷൻ കുറച്ചൊന്ന് ലിഫ്റ്റ് ചെയ്തു. ഓക്കെ, മിഡ് ടോൺ സ്ലൈറ്റായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തു. ഷാഡോസ് കുറച്ച് പഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺട്രാസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബാലൻസിങ് ഏകദേശം കഴിഞ്ഞു. എനിക്കിത് ഓക്കെയാണ്. നിങ്ങൾക്ക് ഇനി ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മേലോട്ട് ചെയ്യാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ലുക്കാണ്. അപ്പോൾ ലുക്കിൻ്റെ നോഡിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലെറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ഫേവറേറ്റ് ലെറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ലുക്സ് വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ലെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ലുക്ക് കിട്ടി. നമുക്ക് ഈ ലുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ട്വീക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ചെറുതായിട്ടൊന്ന് വാമത്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഹൈലൈറ്റ്സിൽ കുറച്ച് വാം അഡ്ജസ്റ്റ് ചെയ്തു. ഷാഡോസിൽ കുറച്ച് ടീൽ കയറ്റാനുള്ള പരിപാടിയുണ്ട്. ഓക്കെ, ടീൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്ലൈറ്റായിട്ട്. ഗാമയിൽ നമ്മൾ സ്ലൈറ്റായിട്ട് തന്നെ ഇത് ചെയ്യുന്നു, കുറച്ചുകൂടി വാം പുഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇപ്പോൾ ടീൽ ആൻഡ് ഓറഞ്ച് ലുക്ക് വന്നിട്ടുണ്ട്. ഒരു ബ്ലോക്ക് ബസ്റ്റർ ഫീൽ വരുന്ന ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ബട്ട് നോട്ട് ആക്യുറേറ്റ്, കാരണം ഇതൊരു മൊബൈലിൽ ഷൂട്ട് ചെയ്ത സംഭവമാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫിനിഷിങ് ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ലുക്കിൽ നിന്നാണ് നമ്മൾ ഈ ലുക്കിലോട്ട് വന്നത്. കണ്ടില്ലേ, നമ്മുടെ കളേഴ്സൊക്കെ പുറത്തോട്ട് വന്നു. കണ്ടില്ലേ, ഒരു ടീൽ ഫീലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ലെറ്റൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, എത്ര ഇമ്പാക്റ്റാണ് വന്നേക്കണം നോക്കി. കണ്ടില്ലേ, നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിൻ്റെ കീ ഒന്ന് കുറക്കാം. അതായത് ഔട്ട്പുട്ട് കീ ഒന്ന് കുറക്കാം. കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ആ ലെറ്റിൻ്റെ ലുക്സിൽ കുറച്ച് ഒരു ഇൻറ്റൻസിറ്റി കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ കോൺട്രാസ്റ്റൊക്കെ കുറച്ചൊന്ന് കൺട്രോൾഡ് ആവും. ഓക്കെ, ഞാൻ ഒന്ന് കുറച്ചൊന്ന് വെച്ചു. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ കളർ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ക്ലിപ്പും കൂടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൈമറീസ് ഞാൻ ഒന്ന് ഓഫ് ചെയ്യുകയാണ്, കാരണം അതിൻ്റെ ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. പ്രൈമറീസ് ഞാൻ തൽക്കാലം ഒന്ന് ഓഫ് ചെയ്യുന്നു, കാരണം ഈ ക്ലിപ്പിൻ്റെ ലുക്സ് അല്ല ഈ ക്ലിപ്പിന്, ഇതിൻ്റെ ടെമ്പറേച്ചർ എല്ലാം വ്യത്യാസം ഉണ്ടാവും. സ്റ്റാൻഡ് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വന്നിട്ട് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടില്ലേ, എക്സ്പോഷറും എല്ലാം വ്യത്യാസമുണ്ട്. ഞാനിത് പഴയ പോലെ ആക്കുന്നു.
ഞാനിവിടെ വന്നിട്ട് ഇത് റീസെറ്റ് അടിച്ചു. ഇനി ഞാൻ ഈ ക്ലിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സ്ലൈറ്റായിട്ടൊന്ന് കുറച്ച് കറക്ഷൻ ചെയ്യണം. സ്ലൈറ്റായിട്ടൊന്ന് എക്സ്പോഷർ അപ്പ് ചെയ്തു, മിഡൊന്ന് അപ്പ് ചെയ്തു, ഷാഡോസ് ഒന്ന് കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ കൺട്രോൾഡായിട്ട് ചെയ്യാൻ പാടുള്ളൂ, കാരണം ഇമേജിൻ്റെ ലുക്സ് പോകാൻ പാടില്ല. വെറുതെ നമ്മളിങ്ങനെ ഷാഡോ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുഷ് ചെയ്ത് തന്നെ കണ്ടില്ലേ ഫ്ലാറ്റായി പോകും. നമുക്ക് ഡാറ്റ കിട്ടും, ബട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ലോസ് ആവും. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇത്രയും ലിഫ്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ വെച്ചിട്ട് കോൺട്രാസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പമ്പ് ചെയ്യുക, ഹൈലൈറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക, മിഡ്സ് ഒന്ന് കൺട്രോൾ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഹൈലൈറ്റിൻ്റെ ലോഗോ വീലിൽ പോയിട്ട് വേണമെങ്കിൽ പ്യൂർ ഹൈലൈറ്റിലോട്ട് നമുക്കൊരു ബ്ലൂ ടിൻറ്റ് കയറ്റണമെങ്കിൽ ടിൻറ്റ് കയറ്റാം, കണ്ടില്ലേ. ഓക്കെ, മിഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ പ്രോപ്പറായിട്ട് വാം കയറ്റാം. നമുക്ക് ആ എസെൻസ് പോകാനും പാടില്ല, നീറ്റായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ലൈറ്റായിട്ട് ഷാഡോസിലൊക്കെ ഒന്ന് ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഒരു വാം ബ്ലൂ ആ ഒരു കാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഒന്ന് പഞ്ച് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ ലെട്ടില്ലാതെ നമുക്ക് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ലെട്ട് ഓഫ് ചെയ്യുന്നു, കണ്ടോ ആ ഇമ്പാക്റ്റ് തരുന്നുണ്ടോ. ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസും കളർ ഗ്രേഡ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ.